മുല്ലപ്പെരിയാർ ഡാം എത്രയും പെട്ടെന്ന് പ്രതിവിധി കാണണം എന്നുള്ളതാണ് പൊതുവായി എൻ്റെ അഭിപ്രായം. ഇന്ന് ഞാൻ ചെറിയൊരു കഥയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സോമൻ ചേട്ടൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രദേശത്തെക്കുറിച്ചും നമ്മൾ പുറകിൽ കാണുന്ന പാൽക്കുളമേടിനെക്കുറിച്ചും ചുരുക്കം പറയുന്നത്, ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ചുരുക്കം നമുക്കൊന്ന് കേൾക്കാം. അപ്പം ഇതിന് പിന്നിലുള്ളത് എന്താണ് കാണുന്നത്? ഇതിന് പിന്നിലുള്ളത് പാൽക്കുളമേടെന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പാൽക്കുളമേടാണ്. അവിടെ പാല് പോലെ വെള്ളം മണിയാറൻകുടി മുളകുപള്ളി ഭാഗത്തേക്ക് ഒഴുകുന്ന ഒരു പ്രദേശം, ഒരു സ്ഥലമുണ്ട്. അത് ഏത് വേനലിലും ആ വെള്ളം കണ്ണുനീര് പോലെ പോയിക്കൊണ്ടിരിക്കും. അതിനിപ്പുറത്തോട്ടാണ് പാൽക്കുളമേടിനിപ്പുറത്തേക്കാണ് ചുരുളി, കീരിത്തോട്, കഞ്ഞിക്കുഴി എന്നൊക്കെ പറയുന്നത്. അതായത് മറ്റേ സ്ഥലം പടിഞ്ഞാറ് വശം, ഇത് കിഴക്ക് വശമായിട്ട് വരും. ആ സ്ഥലമാണ് ഈ ഇന്നത്തെ ചുരുളിയും ആനന്ദമേറുന്ന ചുരുളി കഞ്ഞിക്കുഴി എന്ന ദേശവും. അപ്പോൾ ആ ദേശത്തിനകത്തെ കഥകൾ പറയണമെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇതെല്ലാം നമുക്ക് ചുരുക്കമായിട്ട് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ 65 കൊല്ലം ആ പാരമ്പര്യം പറയണോ? ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിന് പിന്നെ അത് തുടർന്ന് കീച്ചിക്കൊള്ളാം ആദ്യം. ചേട്ടാ, നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചയാണ്. ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് എന്നാ ചേട്ടൻ്റെ അഭിപ്രായം? മുല്ലപ്പെരിയാറിൻ്റെ ചർച്ചയെന്ന് പറയുമ്പോൾ മുല്ലപ്പെരിയാർ ഇവിടെ 90 വർഷങ്ങൾ കഴിഞ്ഞു. അതെപ്പോഴും ചാടിപ്പോകാവുന്ന ഒരു രീതിയിലാണ് അന്നത്തെ ഗവൺമെൻറ് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഡാം പൊളിച്ച് പണിയേണ്ടതാണ്. ഞാനൊക്കെ എൻ്റെ ചെറുപ്രായത്തിൽ ഒരു 65 കൊല്ലം മുമ്പ് ഇവിടെ വരുമ്പോൾ മുല്ലപ്പെരിയാർ ഇങ്ങനെ അന്ന് മുതലൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. തുർക്കി കൊണ്ടാണല്ലോ അതിൻ്റെ നിർമ്മിതം. അപ്പോൾ അത് അങ്ങനെ അതിന് കാലപ്പഴക്കം ചെന്നെങ്കിൽ അത് പുതിയ ഡാം പണി ചെയ്യണം. അവർക്ക് നമ്മുടെ വെള്ളം കൊണ്ടാണല്ലോ ഗുണം, ഈ വെള്ളം കൊണ്ടാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ ഒന്ന് പൊട്ടിയാൽ ഇപ്പോൾ ഡാം നിറഞ്ഞിരിക്കുന്ന സമയമാണ്. മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഈ വെള്ളം ഡാമിലേക്ക് വരുള്ളൂ, ഇടുക്കി ഡാമിലേക്ക് വരുള്ളൂ. അങ്ങനെ ഇടുക്കി ഡാമിന് ക്ഷതം സംഭവിച്ചാൽ കേരളത്തിൻ്റെ ഏതാണ്ട് 40% വെള്ളത്തിനടിയിലേക്കും മണ്ണും കല്ലും കരകളിലും ആളുകളുമായ നശിച്ചു പോകും. അപ്പം അത്തരത്തിൽ അതിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് അതിനൊരു പ്രതിവിധി കാണണം എന്നുള്ളതാണ് പൊതുവായി എൻ്റെ അഭിപ്രായം. ചേട്ടൻ്റെ അഭിപ്രായം എന്നാ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച്? മുല്ലപ്പെരിയാർ ഡാം വർഷങ്ങൾക്ക് മുമ്പ് പണിത ഒരു ഡാമാണ്. അത് പൊട്ടിയാൽ നമ്മുടെ എറണാകുളം, കോതമംഗലം, ഇടുക്കി കംപ്ലീറ്റ് ഒഴിവായി പോകുന്ന ഒരു ഭാഗം ഞങ്ങൾ കാണുന്നു. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതാണ്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം എത്രയും പെട്ടെന്ന് പണി തീർത്ത് പൂർത്തീകരിച്ച് തരണം എന്ന് കേരള ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും ഞാൻ സംസാരിച്ച് അത് പൂർത്തീകരിച്ച് തരണം എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, താങ്ക്സ്. ഇതിലെ വന്നു പോയാൽ മൊത്തം രാജ്യം പൊട്ടി പോന്നാൽ, മുല്ലപ്പെരിയാർ പോന്നാൽ എല്ലാം പോയി. അത് നമ്മൾ സമരം ചെയ്യുക, അത് അവിടെ വേണ്ട, അവിടെ തമിഴ്നാടിന് വെള്ളം കൊടുക്കണമെങ്കിൽ വെള്ളം കൊടുക്കട്ടെ. അടുത്ത് കെട്ടാൻ മേലെ, ഡാം കെട്ടാൻ മേലെ 1000 കോടി 2000 കോടിയൊക്കെ വന്ന് അക്കൗണ്ടിൽ കിടത്തില്ലേ. ഇതിനൊരു അനുമതി അങ്ങ് കൊടുത്തിട്ട് എല്ലാവരും കൂടെ കൂടി വെച്ചിട്ട് വേഗം അത് ചെയ്യണം. അപ്പം പേടിക്കണ്ട, അതോ ആ കുട്ടിയാലും വെള്ളം അതിനകത്ത് കിടന്നു. അപ്പോൾ എറണാകുളം, തൊടുപുഴ, മൂവാറ്റുപുഴ വല്ലതും ഉണ്ടോ? ജനം അങ്ങോട്ട് മാറി നിൽക്കാൻ പറ്റുമോ? അവിടെ ഭയങ്കര കച്ചവടവും കാര്യങ്ങളും എല്ലാം ഇട്ടേച്ചിട്ട് എങ്ങനെ മാറിപ്പോകും? ഓരോരുത്തേക്കും മാറിപ്പോയില്ല. ഒരു സ്ഥലത്തേക്ക് 10 പേര് നിന്നാലും അതിനൊരു പ്രോബ്ലമായില്ലേ കൂടിയാണ്. ജനം ഇവിടെ ഒരുപാട് ന്യായമായിട്ടുണ്ടായിരുന്നു. അതിന് ഇവിടെ നിന്നൊക്കെ ആളെ കൂട്ടണമെന്നേ കിട്ടും. അതിനൊന്നും ആൾക്കാരില്ല. ഇവിടെ പിന്നെ ഒരു 10 വീടേ ഉള്ളൂ. ഇത് ഇത്രയും പാടൊക്കെ കഴിക്കുന്നു. തീരുമാനം എടുത്ത് എത്ര കൊല്ലമായി ആ വണ്ടിപ്പെരിയാറൊക്കെ വെള്ളം കുടിക്കാണ്ട് കിടന്ന് സത്യാഗ്രഹം കിടക്കുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇത് ചെയ്യാൻ പാടില്ല. ഇതെന്താ ഒരു തീരുമാനം? ഇത്തവണ അതിൻ്റെയൊക്കെ കുറെ മനസ്സിലാക്കിയല്ലേ ഇരിക്കണം. പൊതു കഴിഞ്ഞു പ്രതീക്ഷിക്കാത്ത പെരിയാക്കോസൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് പൊതുജനങ്ങൾ ആലോചിച്ച് കമ്മിറ്റി കൂടുകയോ, ഇവിടെ കമ്മിറ്റിക്കാരും ജില്ലാ സെക്രട്ടറി, എല്ലാ സെക്രട്ടറിമാരും ഇതിലൂടെ ഉണ്ട്. ആൾക്കാരൊക്കെ ഇവർ കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്ത് വെച്ചിട്ട് ഡാം പണിയാൻ വലിയ കോൺട്രാക്ടർമാരും നടക്കുന്നത്. കോടിക്കണക്കിന് പിടിച്ചിട്ട് അത് പണിത് വേഗം കൊടുക്കണം. ഈ വേനൊക്കെ തുടങ്ങണം. പിന്നെ ഇതുപോലെ ജീവൻ കളഞ്ഞ് മനുഷ്യൻ ഈ മഴക്കാലത്തിരിക്കണം. ഇപ്പം അവിടെ ആ ഡാമിൻ്റെ അവിടെ ആ ജനം മൊത്തം പോയിട്ട് ആൾക്കാർ മുഴുവൻ ജീവനുണ്ടോ? ജനമാണ്.
അപ്പോൾ നമ്മൾ ഇന്നത്തെ പറയുന്നതായിട്ടുള്ള 1-2 പേരെ നമ്മൾ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അതുകൂടാണ്ട് ചേലച്ചോട് നമ്മൾ പ്രദേശത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വേറൊരു പുതിയ വീഡിയോയും വിശേഷങ്ങളുമായിട്ട് വരാം. ഓക്കെ, നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക്സ്.